ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോണിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. സ്പെഷ്യലി നമ്മളൊരു ട്രൈപോഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാനൊരു ഹാലോജൻ ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലൈറ്റ് ഭയങ്കര ഡിമ്മാണ്, പിന്നെ നൈറ്റൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു റിംഗ് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് വിപിൻ ചേട്ടനാണ് എൻ്റെ ലിങ്ക് തന്നത്. ചേട്ടൻ്റെ മോൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്നൊക്കെ. ജസ്റ്റ് ഒരു വീഡിയോ പോലെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ട്രൈപോഡ് വന്നിട്ട് നമുക്കൊരു 599 ആണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം ആസ് എ ബിഗിനർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ട്രൈപോഡാണ് ഐ തിങ്ക്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബോക്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ റിംഗ് ലൈറ്റും പിന്നെ അതിൻ്റെ ഫോൾഡറായിട്ട് ഫിക്സ് ചെയ്യാനുള്ള കുറച്ച് സ്ക്രൂ, പിന്നെ അതിൻ്റെ പവർ ബട്ടൺ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് വന്നിട്ട് ഇതാണ് അതിൻ്റെ ഫോൾഡർ. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള, നമുക്ക് ഹൈറ്റൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാം, അതിൽ പറ്റും. പിന്നെ നമുക്ക് അതിന് തമ്മിൽ ഫിക്സ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഐറ്റം ആ ഫോൾഡറിലേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കണ്ട അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ റിംഗ് ലൈറ്റ് നമുക്ക് ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു മുത്ത് പോലത്തെ ഒരു ഐറ്റം വന്നിട്ടുണ്ട് മുകളിൽ. അപ്പോൾ അത് നന്നായി അവിടെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആവും. അതിന് ശേഷം അതൊന്ന് ലൈറ്റ് നമുക്കത് അതിലേക്ക് തന്നെ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ സ്ക്രൂ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാനത് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ നോക്കുവാണ്. നന്നായിട്ടത് ടൈറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് പ്രശ്നമില്ല. അത് ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് റിംഗ് ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ, അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ അത് പറ്റുന്നൊരു ടൈപ്പിലാണ് അത് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളത് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുത്തു. അതിൽ തന്നെ നമുക്ക് ഫോൺ ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഫോൾഡറാണ് മേളിൽ വന്നത്. അതും സെപ്പറേറ്റ് ആയിരുന്നു. അതും ജസ്റ്റ് അതിലേക്ക് അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അങ്ങോട്ട് നമ്മൾ ജസ്റ്റ് സ്ക്രൂ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് ഫിക്സ് ആയി. അതിന് വലിയ ഡിഫിക്കൽട്ടി ഒന്നുമില്ല. ഈ ഒരു പോർഷൻ ടൈറ്റ് ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഭയങ്കര നിഴലുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാലും അറിയാം, ബാക്കിൽ ഫുള്ള് കണ്ട നിഴല് ഇങ്ങനെ അടിക്കും. അതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ, ഇത് നമുക്ക് വെച്ച് നോക്കാം. ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ ഗൈസ്, നമ്മുടെ ലൈറ്റ് തെളിഞ്ഞു ഗൈസ്. ഒരു പ്രാണി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അമ്മ എനിക്ക് കാണിച്ചത്, ഞാൻ നോക്കിയപ്പോൾ ഇതിങ്ങനെ ഇരിക്കുവാണ്. ഇത്രയും സെറ്റ് ചെയ്തപ്പോൾ നിലത്ത് തുറക്കണില്ല. അപ്പോൾ ഇങ്ങനെ അമ്മ കാണിച്ചു തന്നപ്പോൾ അത് കറക്റ്റാകാം. അപ്പോൾ ഇതങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലൈറ്റ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുക, വേരിയേഷൻ ഫേസിൽ എങ്ങനെ വരുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അമ്മ ഒന്ന് കുറച്ച് അത് കൂട്ടി കുറയ്ക്കുക ചെയ്യും. ഇപ്പം കണ്ടോ കുറച്ച് ആ ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അടുത്ത് വന്നിട്ട് നമ്മൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ ജീൻസ് ഞാൻ ക്രിസ്മസിനൊക്കെ ഇടാലോ എന്ന് പറഞ്ഞ് പിക്ക് ചെയ്തതാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് 459 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമ്മളൊരു 32 സൈസാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിക്ചറിലെ പോലെ തന്നെ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നല്ല ജീൻസ് കംപ്ലീറ്റ്ലി ആക്കി ഫോട്ടോയിലെ പോലെ തന്നെ നൈസാണ്. ടൈറ്റ് ഇവിടെ കുറച്ച് വീതി ഇത്തിരി കൂടുതലാണ്. നന്നായിട്ട് പിക്കിൽ കണ്ട പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതായത് ഇങ്ങനെ ഡീപ്പ് കളറല്ല, അത്യാവശ്യം ഞാൻ പിക്ചറിൽ കണ്ടപ്പോൾ ഉദ്ദേശിച്ച കളർ തന്നെ വന്നത്. 32 സൈസാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 32 തന്നെ വന്നിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. നമുക്കൊരു ഇത് വന്നിട്ട് ഞാൻ ഇട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സൈസ് കുറച്ച് ലൂസാണ്. സോ ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. എനിക്കിതിന് സെയിം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. 30 ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് വന്നിട്ട് കണ്ട ഇത്രയും പഴക്കമായി. ഞാൻ ഒരു 6 മന്തായി ഇത് ഓർഡർ ചെയ്തിട്ട്, പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഒരു വിൻ്റർ ബ്ലാങ്കറ്റ് ആണ്. അതിന് ഒരു 220 GS ഒക്കെ വരുന്ന നല്ല മെറ്റീരിയലാണ്.
പിന്നെ ഇതിൻ്റെ കളർ പേഴ്സണൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമാണ്. ഇതിന് 240 120 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഇതിന് വരുന്നത്. നല്ല കോട്ടൺ തന്നെ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. വന്നിട്ട് ഇത്രയും ദിവസം അൺബോക്സ് ചെയ്യാത്തതുകൊണ്ടാണ് ചെറിയൊരു ചുരുക്കം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പഞ്ഞി ഉണ്ട്. ഇനി ഞാൻ വിരിച്ചിട്ടുള്ള ഔട്ട്ലുക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.